സൈഡ് സ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നത് ക്ലയൻറ്റ് സൈഡിലുള്ള വാലിഡേഷന് വേണ്ടിയിട്ട്. അത് ആ സ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത് ക്ലയൻറ്റിൻ്റെ ബ്രൗസറിൽ തന്നെയായിരിക്കും. ഇനി സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത് സെർവറിൻ്റെ ഭാഗത്തുള്ള വാലിഡേഷന് വേണ്ടിയിട്ട്. അപ്പോൾ സ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത് സെർവറിൻ്റെ സൈഡായിരിക്കും. ഇതാണ് വ്യത്യാസം. ഇനി നമുക്ക് ഒരു ടേബിള് ക്ലാസിഫിക്കേഷൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. ഇവിടെ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിങ്ങും സെർവർ സൈഡ് സ്ക്രിപ്റ്റിങ്ങും സെപ്പറേറ്റ് ചെയ്തിട്ട് പറയുന്നുണ്ട്. ഇതിൽ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിങ്ങിൽ പറയുന്നത് എല്ലാ പോയിൻറ്റ്സും ഇമ്പോർട്ടൻ്റ് ആണ്, സിമ്പിളാണ് പഠിക്കാൻ. അപ്പോൾ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിങ്ങിൽ പറയുന്നത് സ്ക്രിപ്റ്റ് ഈസ് കോപ്പി ടു ദി ക്ലയൻറ്റ് ബ്രൗസർ. സ്ക്രിപ്റ്റ് ഉള്ളത് ക്ലയൻറ്റിൻ്റെ ബ്രൗസറിലാണ്. പിന്നെ പറയുന്നത് സ്ക്രിപ്റ്റ് ഈസ് എക്സിക്യൂട്ടഡ് ഇൻ ദി ക്ലയൻറ്റ് ബ്രൗസർ. സ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നതും ക്ലയൻറ്റിൻ്റെ ബ്രൗസറിലാണ്. പിന്നെ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ്സ് ആർ മെയിൻലി യൂസ്ഡ് ഫോർ വാലിഡേഷൻ ഓഫ് ഡാറ്റ അറ്റ് ദി ക്ലയൻറ്റ്. ക്ലയൻറ്റിൻ്റെ ഭാഗത്തുള്ള വാലിഡേഷന് വേണ്ടിയിട്ടാണ് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ് മെയിൻലി യൂസ് ചെയ്യുന്നത്. പിന്നെ പറയുന്നത് യൂസേഴ്സ് ക്യാൻ ബ്ലോക്ക് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ്. നമുക്ക് വേണമെങ്കിൽ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ബ്ലോക്ക് ചെയ്തിടണമെങ്കിൽ ഇടാം. അത് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. പിന്നെ പറയുന്നത് ദ ടൈപ്പ് ആൻഡ് വേർഷൻ ഓഫ് ദി വെബ് ബ്രൗസർ എഫക്ട്സ് ദ വർക്കിംഗ് ഓഫ് എ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ്. ഇപ്പോൾ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അത് ബ്രൗസറിൻ്റെ വേർഷൻ അല്ലെങ്കിൽ ബ്രൗസറിൻ്റെ ടൈപ്പ് ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. ചില ബ്രൗസറിൽ വർക്ക് ചെയ്യില്ല, ചില ബ്രൗസറിൽ വർക്ക് ചെയ്യും, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത്? സ്ക്രിപ്റ്റ് ഉള്ളത് ക്ലയൻറ്റിൻ്റെ ബ്രൗസറിലാണ്, സ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത് ക്ലയൻറ്റിൻ്റെ ബ്രൗസറിലാണ്. അതുപോലെ തന്നെ മെയിൻലി യൂസ് ചെയ്യുന്നത് ക്ലയൻറ്റിൻ്റെ വാലിഡേഷന് വേണ്ടിയിട്ട്, ക്ലയൻറ്റ് സൈഡിലുള്ള വാലിഡേഷന് വേണ്ടിയിട്ടാണ്. പിന്നെ യൂസറിന് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇടാം. പിന്നെ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ് നമ്മുടെ ബ്രൗസറിൻ്റെ ടൈപ്പും വേർഷനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി പറയുന്നത് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ആണ്. നേരെ തിരിച്ച് സ്ക്രിപ്റ്റ് റിമെയിൻസ് ഇൻ ദി വെബ് സെർവർ. സ്ക്രിപ്റ്റ് ഉള്ളത് വെബ് സെർവറിലാണ്. സ്ക്രിപ്റ്റ് ഈസ് എക്സിക്യൂട്ടഡ് ഇൻ ദി വെബ് സെർവർ ആൻഡ് ദി വെബ് പേജ് പ്രൊഡ്യൂസ്ഡ് ഈസ് റിട്ടേൺ ടു ദി ക്ലയൻറ്റ് ബ്രൗസർ. അതായത് സ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്തിട്ട് എന്താണോ റിസൾട്ട് എന്നുള്ളത് അത് ക്ലയൻറ്റിൻ്റെ ബ്രൗസറിലേക്ക് തിരിച്ചയക്കുകയാണ് ചെയ്യുക. പിന്നെ സെർവർ സൈഡ് സ്ക്രിപ്റ്റ്സ് ആർ യൂഷ്വലി യൂസ്ഡ് ടു കണക്ട് ടു ഡാറ്റാബേസസ് ആൻഡ് റിട്ടേൺ ഡാറ്റ ഫ്രം ദി വെബ് സെർവർ. സെർവർ സൈഡ് സ്ക്രിപ്റ്റ് എപ്പോഴും ഡാറ്റാബേസ് ആയിട്ടുള്ളൊരു കണക്ഷൻ ഉണ്ടായിരിക്കും. സെർവർ സൈഡ് സ്ക്രിപ്റ്റ് ഡാറ്റാബേസായി കണക്റ്റായി അവിടുന്ന് ഡാറ്റ റിട്ടേൺ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ സെർവർ സൈഡ് സ്ക്രിപ്റ്റ്സ് കനോട്ട് ബി ബ്ലോക്ക്ഡ് ബൈ എ യൂസർ. സെർവർ സൈഡ് സ്ക്രിപ്റ്റ് ഒരിക്കലും യൂസറിന് ബ്ലോക്ക് ചെയ്തിടാനായിട്ട് പറ്റില്ല. പിന്നെ ദ ഫീച്ചേഴ്സ് ഓഫ് ദി വെബ് ബ്രൗസർ ഡസ് നോട്ട് എഫക്ട് ദ വർക്കിംഗ് ഓഫ് സെർവർ സൈഡ് സ്ക്രിപ്റ്റ്. സെർവർ സൈഡ് സ്ക്രിപ്റ്റ് ഒരിക്കലും വെബ് സെർവറിൻ്റെ ഒരു ഫീച്ചറിനും, അത് ടൈപ്പ് ആയിക്കോട്ടെ വേർഷൻ ആയിക്കോട്ടെ, ഇതിനൊട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എന്താണോ തിരിച്ചു വരേണ്ടത് അത് തിരിച്ചയക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇത്രയാണ് സെർവർ സൈഡ്